എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെൽറ്റിക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതുപോലൊരു സിഗ്നലാണ് കിട്ടുക. ഏകദേശം 20ഓളം രാജ്യങ്ങളിലെ ടൈം നമ്മൾ ഏത് സമയത്താണ് ഓരോ രാജ്യത്തുള്ള ആളുകൾ ഏത് സമയത്താണ് ട്രേഡ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള ടൈം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് CXKL.CL എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ ഇക്വിറ്റീസിലാണ് ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ എന്ത് ആക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്, ബൈ ആണോ സെല്ലാണോ എന്നുള്ളത് ഈ ഒരു സിഗ്നലിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ എത്ര മണിക്കാണ് ഈ ട്രേഡ് ഓപ്പൺ ചെയ്യേണ്ടത്, എത്ര മണിക്ക് മുന്നേ അത് നമ്മൾ ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ നമുക്ക് ഈ ഒരു സിഗ്നലിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളെ ക്യാപിറ്റൽ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നതിൻ്റെ ഒരു ഡെമോ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമ്മളെ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് പ്രൊഡക്റ്റാണ് നോക്കുക, അതിന് എത്രത്തോളം യൂണിറ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ലോട്ട് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരെ മാർക്കറ്റിൽ പോവുക. മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ഇവിടെ നമ്മൾ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇന്നത്തെ സിഗ്നലിൽ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് CXKL. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വന്നായിട്ട് കാണാം. ജസ്റ്റ് അതുമേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയി ഓപ്പൺ ആയിട്ട് വരിക. അവിടെ ഇന്നത്തെ ആക്ഷൻ സെല്ലാണ്. അപ്പോൾ ഇവിടെ ബൈ സെല്ല് എന്ന് കാണാം. അപ്പോൾ അതിൽ നമ്മൾ സെല്ല് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഇക്വിറ്റി ആയിട്ടുള്ളത് $103 നമ്മുടെ ഇക്വിറ്റി ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമുക്കിവിടെ യൂണിറ്റ്സ് എന്ന് കാണാം. ഈ യൂണിറ്റ്സിൽ നമുക്ക് എത്രത്തോളം യൂണിറ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ $136 എസ്റ്റിമേറ്റ് മാർജിൻ വരുന്നത്. അതായത് ഒരു യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് മാർജിൻ $136.67 ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മളെ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് നേരെ കാൽക്കുലേറ്റർ എടുക്കുക. $103 നമ്മുടെ ക്യാപിറ്റൽ. അതിന് എസ്റ്റിമേറ്റ് മാർജിനുമായിട്ടൊന്ന് ഹരിച്ചു കൊടുക്കുക. ഹരിക്കണം 136.67. അപ്പോൾ നമുക്ക് 0.75 യൂണിറ്റാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ തിരിച്ച് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക. അവിടെ 0.75 എന്നടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എസ്റ്റിമേറ്റ് മാർജിൻ $102 നമുക്കവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ക്യാപിറ്റലിനെ അടുപ്പിച്ച് മാക്സിമം അടുപ്പിച്ച് ട്രേഡ് എടുക്കാതെ ഒരു $2 $3 താഴ്ത്തിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് കഴിയുമ്പോൾ 0.74 എന്നാക്കുന്ന സമയത്ത് $101 നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ആവറേജ് ഒരു $2-3 ബാക്കിൽ വെച്ചിട്ട് നമുക്കൊരു ലോട്ട് സെറ്റ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് ആ സിഗ്നൽ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ട്രേഡിൻ്റെ ടൈം ആകുമ്പോൾ ഇപ്പോൾ 7:00 സിഗ്നലുള്ള ടൈം 7 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7:25 മുതൽ അല്ലെങ്കിൽ ഒരു 7:27 തന്നെ ഒരു 3 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഒന്ന് തയ്യാറായിരിക്കുക. അടുത്തൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് വേറൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഒന്ന് മാറിയിരിക്കുക. ആ സമയത്ത് ഏതെങ്കിലും കോളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ മാക്സിമം അതൊന്ന് റിജക്റ്റ് ചെയ്യുക, ഒന്ന് കട്ടാക്കുക. എന്നിട്ട് നിങ്ങളെ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ 10 മിനിറ്റിലേക്ക് മാക്സിമം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. ഈ ഒരു യൂണിറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 7:28 ഒരു 3 മിനിറ്റ് മുന്നേ നമ്മൾ തയ്യാറായിരുന്നതിന് ശേഷം കറക്റ്റ് 7:30 ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ അല്ല, ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. അപ്പോൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഓപ്പൺ ഓർഡർ എന്ന് കാണാം. ഇപ്പം മാർക്കറ്റ് ഓപ്പൺ അല്ലാത്തതിനെ കൊണ്ട് ഇവിടെ കുറച്ചൊന്ന് മങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം 7 ആവുന്ന സമയത്ത് നിങ്ങളിവിടെ യൂണിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് 7 ആയ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ട്രേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ട്രേഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാണിംഗ് വരും. അപ്പോൾ ജസ്റ്റ് ഇവൻറ്റ് മാർക്കാണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ഓപ്പൺ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ബാക്ക് ടു മാർക്കറ്റ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊസിഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ സെൻട്രലായിട്ട് പൊസിഷൻ എന്ന് കാണാം, ആ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഓർഡർ എന്ന് കാണാം. ഓപ്പൺ ഓർഡർ എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത ഒരു ട്രേഡിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ പേര്, നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻ, അതുപോലെ ഇവിടെ പ്രോഫിറ്റ് എന്ന് കാണാൻ പറ്റും. ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റാണോ ഇവിടെ കാണുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ട്രേഡ് നടക്കുന്നതും അതിൻ്റെ വലത് സൈഡിലായിട്ട് നമുക്ക് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എത്ര പ്രോഫിറ്റ് എടുക്കണം, എത്ര പ്രോഫിറ്റ് എടുത്ത് നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. കമ്മീഷൻ 4.84, ആ ക്ലോസിൻ്റെ നേരെ താഴെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് നിന്ന് ഈ കമ്മീഷൻ അവർ ചാർജസ് ആയിട്ട് പിടിക്കുന്നതാണ്. അതായത് നമുക്കിവിടെ കാണുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കില്ല. അവിടെ ഈ കമ്മീഷൻ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ കമ്മീഷൻ എന്നാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റുള്ള ആളുകൾക്ക് 15%, 10%, 5% എന്നുള്ള രീതിയിലൊക്കെ 3 ലെവലിലായിട്ട് കമ്മീഷനായിട്ട് നമുക്ക് റഫറൽ കമ്മീഷനായിട്ട് തരുന്നത്. അപ്പം അതിന് മുകളിലേക്കാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, ഒരു 1 to 2% ഉള്ളിലാണ് നമുക്ക് ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കമ്മീഷൻ കണ്ട പാടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്ര കിട്ടിയാലാണ് 2% എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഇപ്പം കമ്മീഷനായിട്ട് വരുന്നത് 4.84 ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു $2 നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ എത്രയായി, 6.84 നമുക്ക് മാക്സിമം പ്രോഫിറ്റ് വരേണ്ടത്. എന്നാൽ നമ്മൾ ഈ 2% നെറ്റ് പ്രോഫിറ്റ് ആവാൻ കാത്തിരിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഏവറേജ് പ്രോഫിറ്റ് ഡെയിലി കിട്ടിയാൽ തന്നെ നമുക്ക് ലോസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു മിനിമം ഒരു 1.5% മുതൽ ഒരു 1.7 അല്ലെങ്കിൽ $1.9 നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ മാക്സിമം ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 1.75% ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എനിക്ക് നെറ്റ് പ്രോഫിറ്റ് ആവുന്നു എന്ന് തോന്നുന്ന സമയത്തേക്ക് ഞാൻ ക്ലോസ് ചെയ്യാറുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ നോക്കിയിരിക്കുക, നല്ല രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ക്ലോസ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കേസിൽ നിങ്ങൾ മാക്സിമം ഒരു $6.5 മുകളിലേക്ക് പ്രോഫിറ്റ് വന്നാൽ ആ സമയത്ത് തന്നെ ഒരു $100 ട്രേഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6.5 അല്ലെങ്കിൽ ഒരു 6.7 ഇടയിൽ തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷൻ മൈൻഡിൽ എപ്പോഴും വെക്കുക. നമ്മളെ കമ്മീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 1.5 മുതൽ ഒരു 2%-ൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ഒരു ടാർഗറ്റ് ഏകദേശം എത്തി. ആ സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ ക്ലോസ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിന് താഴെ ഒരു നീല കളറിലായിട്ട് ക്ലോസ് ACXYJ.CL എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ക്ലോസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നിങ്ങളുടെ അപ്ലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ഇത് പരിചയപ്പെടുത്തിയത് അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും അറിയാതെ പോയിട്ട് ചാടിക്കയറി എന്ത് ചെയ്യരുത്, ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ആ സമയവും ലോട്ടും കാൽക്കുലേഷനും എല്ലാം നിങ്ങൾ ആദ്യമേ നിങ്ങളെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. എത്ര യൂണിറ്റ് ഞാൻ പർച്ചേസ് ചെയ്യണം, നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര $, എത്തുമ്പോൾ ഞാൻ ഏകദേശം ക്ലോസ് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം. ആ ഒരു പൊസിഷൻ എത്തുന്ന സമയത്ത് മാക്സിമം ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അത്യാഗ്രഹം മൂത്ത് നമുക്ക് 2% ഇല്ല 2% മുകളിൽ ഡെയിലി കിട്ടണം എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു ഏവറേജ് പ്രോഫിറ്റ് നമുക്ക് ഡെയിലി എടുക്കുക എന്നുള്ള ഒരു രീതിയിൽ മൈൻഡിൽ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിങ്ങിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും
ഒരുപാട് നന്ദി. താങ്ക് യു.